കേരളത്തിന്റെ പ്രധാന കേന്ദ്രമായ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. നഗരത്തിലെ മികച്ച ലാൻഡ്മാർക്കായി റെയിൽവേ സ്റ്റേഷനെ മാറ്റാനുള്ള പദ്ധതിയാണ് അമൃത് ഭാരത് വികസന പദ്ധതിയുടെ ഭാഗമായി നടക്കുന്നത്. സ്റ്റേഷന്റെ കവാടങ്ങളായ തമ്പാനൂർ ഭാഗത്തും പവർ ഹൌസ് റോഡ് ഭാഗത്തും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നവീകരിച്ച സ്റ്റേഷൻ ഉടൻ തന്നെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് റെയിൽവേ അധികൃതർ പ്രതീക്ഷിക്കുന്നത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ രണ്ടായി തിരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. പവർ ഹൌസ് റോഡിന്റെ ഭാഗത്തും തമ്പാനൂർ ഭാഗത്തുമായി ഒരേ സമയം നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. പൈലിംഗ് ജോലികൾ പൂർത്തിയാക്കി. തറയുടെ നിർമ്മാണവും തൂണുകളും വാർക്കലും നടക്കുന്നുണ്ട്. പവർ ഹൌസ് റോഡിന്റെ ഭാഗത്തുകൂടിയുള്ള യാത്രക്കാരുടെ പ്രവേശനം നിയന്ത്രിച്ചിട്ടുമുണ്ട്. പാർക്കിംഗ് സൗകര്യവും പരിമിതമാക്കി. പവർ ഹൌസ് റോഡിന്റെ ഭാഗത്ത് 650ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന കൂറ്റൻ മൾട്ടി ലെവൽ പാർക്കിംഗ് ബിൽഡിംഗ് ആണ് നിർമ്മിക്കുന്നത്. തമ്പാനൂർ വശത്ത് നോർത്ത് ബ്ലോക്കും പവർ ഹൌസ് റോഡ് വശത്ത് സൗത്ത് ബ്ലോക്കും നിർമ്മിക്കുകയാണ്. പുതിയ ബ്ലോക്കുകൾ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, ജീവനക്കാർക്കായി പുതിയ റൂം റീട്രീറ്റ് കെട്ടിടം, വിശാലമായ കോൺകോഴ്സ്, ലിഫ്റ്റുകൾ, എക്സലേറ്ററുകൾ, കൊമേഴ്സ്യൽ ലോബികൾ, ഫുഡ് കോർട്ടുകൾ, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഡെസ്ക്, ശുചിമുറികൾ, പ്ലാറ്റ്ഫോമുകളുടെ നീളം വർദ്ധിപ്പിക്കും. പുതിയ കവാടവും നിർമ്മിക്കും. 2027 മാർച്ചിൽ ഇത് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 ലക്ഷത്തോളം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. ഏകദേശം 495 കോടി രൂപ ചിലവഴിച്ചാണ് ഈ നവീകരണം നടപ്പിലാക്കുന്നത്. ഇതിന്റെ പ്രധാന സവിശേഷതകൾ: വിമാനത്താവള മാതൃകയാണ്. വിമാനത്താവളത്തിൽ ഏതിന് സമാനമായി യാത്രക്കാർക്ക് എത്തിച്ചേരാനും തിരിച്ചുപോകാനും പ്രത്യേക ലോഞ്ചുകളും കൺകോഴ്സുകളും സജ്ജീകരിക്കും. പുതിയ കെട്ടിടങ്ങൾ: പൈതൃക കെട്ടിടം നിലനിർത്തിക്കൊണ്ട് തന്നെ വടക്ക് തെക്ക് ഭാഗങ്ങളായി പുതിയ 9 നില കെട്ടിടങ്ങൾ നിർമ്മിക്കും. താഴത്തെ നിലകളിൽ വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടലുകളും, മുകളിലെ നിലകളിൽ റെയിൽവേ ഓഫീസുകളും പ്രവർത്തിക്കും. മൾട്ടി ലെവൽ പാർക്കിംഗ്: പവർ ഹൌസ് റോഡ് വശത്ത് 100 കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യം വരും. ആധുനിക ഡിസൈൻ: കേരളത്തിന്റെ പ്രകൃതി ഭംഗി വിളിച്ചോതുന്ന രീതിയിൽ തരംഗ രൂപത്തിലുള്ള അക്വാ ഗ്രീൻ മേൽക്കൂരയും ആനയുടെ ആകൃതിയിലുള്ള തൂണുകളും സ്റ്റേഷന് മിഴിവേകും. കണക്ടിവിറ്റി: റെയിൽവേ സ്റ്റേഷനെ KSRTC ബസ് സ്റ്റാൻഡുമായി ബന്ധിപ്പിക്കുന്ന സ്കൈവാക്കും വിഭാവനം ചെയ്യുന്നുണ്ട്. രാജ്യത്തെ 172 റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് പദ്ധതിയിലൂടെ നവീകരിച്ചതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിലെ 7 സ്റ്റേഷനുകളുടെ നവീകരണ പ്രവർത്തനങ്ങളും അമൃത് ഭാരത് പദ്ധതിയിലൂടെ പൂർത്തിയാക്കി. ചാലക്കുടി, ചങ്ങനാശ്ശേരി, ചിറയൻകീഴ്, കുറ്റിപ്പുറം, ഷൊർണൂർ ജംഗ്ഷൻ, വടകര, വടക്കാഞ്ചേരി എന്നീ സ്റ്റേഷനുകളാണ് യാത്രക്കാർക്കായി അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമായിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും യാത്രക്കാർക്ക് മികച്ച സേവനം ലഭ്യമാക്കുന്നതിനുമായി നടപ്പിലാക്കിയ ഈ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് റെയിൽവേ അവകാശപ്പെട്ടു. പൂർത്തിയായവയിൽ കേരളത്തിലെ ചാലക്കുടി, ചങ്ങനാശ്ശേരി, ചിറയൻകീഴ്, കുറ്റിപ്പുറം, ഷൊർണൂർ ജംഗ്ഷൻ, വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനുകളും ഉൾപ്പെടുന്നു. അതേസമയം മംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ, വന്ദേ ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെ 90 ട്രെയിൻ സർവീസുകളാണ് തിരൂർ വഴി ഇപ്പോൾ സർവീസ് നടത്തുന്നത് എന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു. ഇത് തിരൂരിലെ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം ഉറപ്പാക്കുന്നതിനായി ഹിസാർ കോയമ്പത്തൂർ എക്സ്പ്രസിനും ജനുവരി 28 മുതൽ തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു. കൂടാതെ നാഗർകോവിൽ മംഗളൂരു ജംഗ്ഷൻ അമൃത് ഭാരത് എക്സ്പ്രസ് ജനുവരി 27 മുതൽ സർവീസ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. അമൃത് ഭാരത് പദ്ധതി പ്രകാരമുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി. ജൂണിൽ ജോലികൾ പൂർത്തിയാക്കാനാണ് റെയിൽവേ കരാറുകാരന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇടക്കാലത്ത് വെച്ച് നിന്നുപോയ പ്രവർത്തനങ്ങൾ മധുര ഡിവിഷൻ റെയിൽവേ മാനേജറുടെ സന്ദർശനത്തോടെ വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു. ഏകദേശം 6 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2ാം ഘട്ടത്തിൽ റെയിൽവേ സ്റ്റേഷന്റെ എതിർഭാഗത്ത് പുതിയ 2ാം ടെർമിനൽ നിർമ്മിക്കുന്നതിന് പദ്ധതിയുണ്ട്. ഇതുകൂടാതെ 2ാം പ്ലാറ്റ്ഫോമിൽ കൂടുതൽ പ്ലാറ്റ്ഫോമും ഷെൽട്ടറുകൾ നിർമ്മിക്കാനുള്ള ശുപാർശ മധുര ഡിവിഷൻ നൽകിക്കഴിഞ്ഞു. പുനലൂരിൽ RPF സ്റ്റേഷന്റെ നിർമ്മാണവും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.